ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീഷോ റീസെല്ലിംഗ് ആപ്പാണ്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ മുകളിൽ ഐക്കാർഡിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫേസ് ആപ്പ് ചലഞ്ചിനെ കുറിച്ചിട്ടാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇപ്പോൾ ഇന്നലെ മിനിയാന്തുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മുടെ ഇപ്പോഴുള്ള നോർമൽ ഫോട്ടോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഓൾഡ് ഏജ് ലുക്കിലുള്ള ഫോട്ടോസ് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, അതിലൊക്കെ എടുക്കുമ്പോൾ അധികവും ഇപ്പോൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോസാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. ഒന്ന് രണ്ട് പെർമിഷൻസ്, അതായത് നിങ്ങളുടെ സ്റ്റോറേജ് പെർമിഷൻസ് ഒക്കെ ആവശ്യമുണ്ടാകും. അത് അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കളക്ഷൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഗാലറി എന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. ആ ഒരു ഗാലറി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോറേജിലുള്ള, അതായത് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താഴെ ഒരു ക്യാമറയുടെ ഐക്കൺ ഉണ്ട്, ഫേസസ് എന്നുള്ളതിൻ്റെ താഴെ. ഓക്കെ, ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവായിട്ടുള്ള ഫോട്ടോ, അതായത് ഓട്ടോമാറ്റിക് ഇവിടെ ക്യാമറ ഓപ്പൺ ആവും. എന്നിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഫോട്ടോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാലറി എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ മുന്നേ എടുത്തിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിവിടെ പ്രോസസ്സിങ് ആവും. ഇപ്പോൾ ഇവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആകുന്നതാണ്. പിന്നെ നമുക്കത് സേവ് ചെയ്യാം, ഷെയർ ചെയ്യാം, ഇത്തരത്തിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തായാലും പ്രോസസ്സിങ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്കും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഫേസ് ആപ്പ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്കെന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.